കെഎസ്ആർടിസിയിലെ ബർത്ത് അനാലിസിസ് പരിശോധനയിൽ സുതാര്യമാകണമെന്ന തൊഴിലാളി സംഘടനകൾ. ഡ്രൈവർമാരെയും കണ്ടക്ടർമാരെയും മാത്രം പരിശോധിച്ചാൽ പോരെന്നും ഉദ്യോഗസ്ഥരിലും പരിശോധന നടത്തണമെന്നും കെഎസ്ടി എംപ്ലോയീസ് സംഘം. ടെസ്റ്റിംഗ് മെഷീൻ വഴി മാത്രം പരിശോധന നടത്തി ജീവനക്കാർ മേൽ നടപടിയെടുക്കാൻ അനുവദിക്കില്ലെന്നും എംപ്ലോയീസ് സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് അജയ്കുമാർ ജനം ടിവിയോട് പറഞ്ഞു. കണ്ടക്ടർമാരെയും ഡ്രൈവർമാരെയും മദ്യപിച്ചിട്ടുണ്ടോ എന്ന പരിശോധന നടത്താൻ തീരുമാനിച്ച മാനേജ്മെന്റ് നടപടിയെ തൊഴിലാളി സംഘടനകൾ സ്വാഗതം ചെയ്യുന്നെങ്കിലും പരിശോധന കണ്ടക്ടർമാരെയും ഡ്രൈവർമാരിലും മാത്രം നടപ്പിലാക്കിയാൽ പോരെന്നാണ് തൊഴിലാളി സംഘടനകൾ പറയുന്നത്. ശ്വാസം പരിശോധിക്കുന്ന മെഷീനിലൂടെ മാത്രം ജീവനക്കാർ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് സ്ഥിരീകരിക്കാൻ കഴിയില്ല. പരിശോധനയിൽ സംശയം തോന്നിയാൽ വൈദ്യപരിശോധന നടത്തി അത് സ്ഥിരീകരിക്കണമെന്നും വൈദ്യപരിശോധനയിൽ തെളിഞ്ഞില്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും എംപ്ലോയി സംഘം ആവശ്യം മുന്നോട്ട് വെക്കുന്നു. ഡ്രൈവർമാരെയും കണ്ടക്ടർമാരെയും മാത്രം പരിശോധിച്ചാൽ പോരെന്നും മുഴുവൻ ജീവനക്കാരെയും പരിശോധിക്കാൻ മാനേജ്മെന്റ് തയ്യാറാവണമെന്നും കെഎസ്ആർടിസി എംപ്ലോയി സംഘ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് അജയ്കുമാർ ജനം ടിവിയോട് പറഞ്ഞു. ഈ ബർത്ത് അനലൈസർ പരിശോധന സുതാര്യമാക്കണം. കെഎസ്ആർടിസിയുടെ എല്ലാ വിഭാഗം ജീവനക്കാരെയും ഈ ബർത്ത് അനലൈസറിന്റെ പരിശോധനാ പരിധിയിൽ കൊണ്ടുവരണം. പോലീസിലും അതുപോലെ തന്നെ മോട്ടോർ വാഹന വകുപ്പിലും 30 മില്ലിഗ്രാം മദ്യം രക്തത്തിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നടപടിയെടുക്കുന്നത്. അതുകൊണ്ട് കെഎസ്ആർടിസി ഇതിന് കൃത്യമായ ഒരു മാനദണ്ഡം പുറപ്പെടുവിക്കണമെന്നാണ് ഈ അവസരത്തിൽ എംപ്ലോയീസ് സംഘം പറയാനുള്ളത്. എന്നാൽ ബർത്ത് അനാലിസിസിൽ നിന്നും പിന്നോട്ടു പോകില്ലെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. പരിശോധന നടത്താനുള്ള നടപടിക്രമങ്ങൾ മാനേജ്മെന്റ് ഊർജിതമാക്കുകയാണ്. അഖിൽ പാലോട്ടുമഠം, ജനം, തിരുവനന്തപുരം.